നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഉണ്ടേ, നമസ്കാരം. ഇത് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ആളാ, സൂര്യ ടി വി. അയ്യോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം സാറേ. എന്തുകൊണ്ട് വിശേഷം? ഓ, എല്ലാ വിശേഷം. ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് മെസ്സേജ് കണ്ട് ഞാൻ വിളിക്കുക. ഓ, ഓക്കെ സാറേ, വളരെ വളരെ നന്ദിയുണ്ട്. ആ, എന്റെ മോന്റെ കാര്യം ഒന്നറിയാൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 13/10/93. സമയം 10:30. രാത്രിയിലോ രാവിലെയോ? രാത്രി 10:30. ഉത്തര നക്ഷത്രം. അതെ. ബുധനാഴ്ച ദിവസം, കന്നി 27-ാം തീയതി. അത് തന്നെ. ചേട്ടാ, ഉത്തരം കന്നിക്കൂറ്. കന്നിക്കൂറ്. ചേട്ടാ, കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള സമയമാണ് ഇപ്പൊ കടന്നു വന്നത്, പക്ഷെ അതിപ്പോ മാറുകയാണ് കേട്ടോ. ഹലോ, 2024 ജനുവരി 3 മുതലാണ് അയാൾക്ക് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത്. ഇപ്പൊ നല്ല ബുദ്ധിമുട്ടിക്കുന്ന പീരീഡാ. ചേട്ടനായിട്ട് കുറച്ച് വിഷമിപ്പിക്കും. അദ്ദേഹത്തിന്റെ മാരേജിനെ കുറിച്ചൊന്നറിയാം. ഒരെണ്ണം അടുത്തുവരെ വന്നിട്ട് പോയോ ചേട്ടാ? അയ്യോ, ഒന്നല്ല, 9 ആണോന്ന് തന്നെ പറയാൻ പ്രയാസമാ. അല്ല, അടുത്തുവരെ വന്നിട്ട് പോയതിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അടുത്ത് വന്ന അങ്ങനെ ഒന്ന് വന്നു പോയി, ഇപ്പോഴൊന്ന് സെറ്റിലായിരിക്കുക. അതവിടെ അങ്ങനെ നിൽക്കട്ടെ. എന്നത്തേക്കാ പ്ലാൻ ചെയ്തേക്കുന്നേ? പ്ലാൻ ചെയ്തിരിക്കുന്ന അടുത്ത ഏപ്രിൽ 26. ചേട്ടാ, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നതിനകത്തൊരു അബദ്ധം ഉണ്ട്. അല്ല, ഒത്തിരി ഇല്ലല്ലോ, അടുത്ത ഏപ്രിൽ അല്ലേ? അതാ പറഞ്ഞേ, അത് മതി, അതിനപ്പുറം പോകണ്ട. ഞാൻ പറഞ്ഞില്ലേ, ജനുവരി 3 മുതലേ ഉള്ളു സമയം. അപ്പൊ ചേട്ടൻ അതിന് മുമ്പ് കിടന്ന് ടെൻഷൻ. ഹലോ, ഹലോ, ജനുവരി ആകുമ്പോ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അല്ല, ഞാൻ പറഞ്ഞത്, ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതുവരെ കല്യാണം ഒന്നും നടന്നില്ല, കുറെ വിഷമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതെ. ജനുവരി 3 മുതലാണ് സമയം കുറച്ച് മാറുന്നത്. അപ്പൊ ഏപ്രിലിൽ കല്യാണം നടക്കുന്നുണ്ട്. അതിനെന്താ? കറക്റ്റ്. അതപ്പോ കറക്റ്റ് ആണല്ലോ. അത് ഉത്തമമാണോ എന്നൊന്ന് അറിയണമായിരുന്നു. ചേട്ടാ, ഇനിയാണോ ചേട്ടാ ഉത്തമമാണോ നോക്കുന്നത് നമ്മൾ നിശ്ചയം കഴിഞ്ഞിട്ട്? അല്ല സാറേ, അത് നേരത്തെ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞ് ഒന്നറിഞ്ഞ് എന്നെ. പിന്നെ ഇളയ ഒരു മോനും ഉണ്ട്, അയാളുടെ കാര്യം അറിയണമായിരുന്നു. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് പറഞ്ഞു. 16/12/95. സമയം രാവിലെ 10. രാവിലെ 10 മണി. ചേട്ടാ, മോന്റെ നക്ഷത്രം അത്തം. അത്തമല്ല, പുണർതമാണ്. അപ്പൊ 16/12/95 അല്ല മോളെ. മന്നിയേ. അയ്യോ, 16/12/95 ആണോ? 27 വയസ്സ് കഴിഞ്ഞോ? 95 മോളെ. ചേട്ടാ, പെട്ടെന്ന് ആകെപ്പാടെ ഇത്തിരി സമയമുള്ളൂ. അത് ഉറക്കമായി. ചേട്ടാ, അന്നൊരു ധനു 1-ാം തീയതി ശനിയാഴ്ചയാണോ? ധനു 1. അപ്പൊ 95 തന്നെ ആണോ ചേട്ടാ? 95, 93, 95, 97 ഇങ്ങനെ. 97 കണ്ടോ? പോയി. അപ്പൊ പുണർന്നതാണ് ചൊവ്വാഴ്ച ദിവസം, ധനു 1-ാം തീയതി. കറക്റ്റ്. സോറി. കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞത്. ചേട്ടാ, മിഥുനക്കൂർ, അവനിപ്പോ ഒരു ജോലി കിട്ടിയോ ചേട്ടാ? എന്തോ? ഇപ്പൊ ഒരു ജോലി കിട്ടിയോ? ജോലിയുണ്ട്. അപ്പൊ അവിടെ തന്നെ ഉറച്ചു നിന്നോളാൻ പറ. ഇപ്പൊ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരും, കളയൊന്നും ചെയ്യരുതെന്ന് പറയണം. അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ പറ. അവന് ശനിദശയൊക്കെ ഒന്ന് തീരാൻ പോവാണ്. ഇനി കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരാൻ പോവാണ് കേട്ടോ. ഓക്കെ. എൻ്റെ അമ്മയെ ഒന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് സംസാരിക്കാം. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? എന്തുകൊണ്ട് വിശേഷം? ഹലോ, വിശേഷമൊന്നുമില്ല, സുഖം. ആരോടാ ഇപ്പൊ ആരാന്ന് ചോദിച്ചേ? എനിക്ക് മനസ്സിലായില്ല, അതാ ചോദിച്ചേ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ഹരി പത്തനാപുരം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സൂര്യ ടി വിയിലെ പ്രധാന നടൻ.
അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് ആരോ മെസ്സേജ് അയച്ചു. ആരാ, മോളാണോ അയച്ചേ? ഞാനാ അമ്മയാ, ഞാൻ അമ്മയാ. അതല്ല, അമ്മയോട് ഞാനൊന്ന് സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ അതാരാ? മകൻ. മകൻ. ആ ഓക്കെ, ശരി, എന്താണ് പറയൂ അമ്മ. ആ ഞാൻ ചോദിച്ചു, അവന്റെ നാള് ഡേറ്റ് പറയാനാണ്, ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. ഉറച്ചു പറ, നാളെ അറിയണം. ആ അതാണ് അമ്മയുടെ ഉദ്ദേശം. അമ്മ ഇത്ര ഉറച്ചൊന്ന് പറഞ്ഞേ അമ്മേ. പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഷോ, എന്റെ പൊന്നെ, സൗണ്ട് കേൾക്കുന്നില്ല. പറഞ്ഞേ, എന്തോ പഠിക്കാനൊക്കെ. അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ? ഡേറ്റ് ഓഫ് ബർത്ത് 15/1/2009. 2009. ആ സമയം 3:10 ഉച്ച കഴിഞ്ഞ്. 3:10 PM. ആ ഉത്രം അല്ലേ? ആ പിന്നെന്താ സമ്മതിക്കുന്നതിനൊരു മടി? ആണ്. ആ, അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു, മകര 2-ാം തീയതി. വ്യാഴാഴ്ച ആണോന്ന് ഓർക്കുന്നില്ല. ആ, വ്യാഴാഴ്ച. അവനെ കണ്ടകശനിയാണ് കേട്ടോ, ചിങ്ങക്കൂറ്. പഠിത്തം നിർത്തണമെന്ന് വല്ലതും പറഞ്ഞോ? 10ാം ക്ലാസ്സിലാണ് ഇത്തവണ. ആ, അവനോട് പഠിച്ചോളാൻ പറയണം. അവൻ ഇച്ചിരി ശ്രദ്ധ കുറവാ. ഹലോ, കേൾക്കാൻ മേല. അവൻ ഇച്ചിരി ശ്രദ്ധ കുറവാ, പഠിച്ചോളാൻ പറയണം കേട്ടോ. പഠിത്തം നിർത്തണം എന്നൊക്കെ ഇടയ്ക്ക് പിന്നെ പറയും. അതൊന്നും കേൾക്കരുത്. നല്ലോണം പഠിപ്പിക്കണം. വീട്ടിൽ വന്നിരിക്കാൻ ഭയങ്കര മടിയാ വായിക്കാനൊക്കെ. ആ, അതാണ് അവനോടെ സ്നേഹത്തോടെ പറയണം. ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്, ഇനി നമുക്കൊന്ന് വേറെ ചിന്തിക്കാനുള്ള മാർഗമൊന്നുമില്ല. അപ്പൊ എങ്ങനെങ്കിലും അതങ്ങ് അവനെ എഴുതിയെടുത്ത് നല്ല നിലയിൽ പോകാൻ വേണ്ടി പറയണം. അവനെ കൊണ്ടത് പറ്റും കേട്ടോ. പഠിക്കാനൊക്കെ ബുദ്ധിമുണ്ടെന്ന് ടീച്ചർമാര് പറയുന്നുണ്ട്. സ്കൂളിലൊന്നും കുഴപ്പമില്ല. പുസ്തകം ഫോണിൽ കളിയാണ്. അതാണ് അവനൊരു പ്രശ്നം. അവൻ ഈ പഠിത്തത്തെക്കാൾ മറ്റു കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നുണ്ട്. അതുകൊണ്ട് അവനോട് സ്നേഹത്തോടു കൂടി പറയണം. വഴക്ക് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. അവനോട് ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഉപദേശിക്കേ ആവാവൂ. ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. കേട്ടോ? വേറെ അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട, പോസിറ്റീവായിട്ടിരിക്കെ. പിന്നെ അമ്പലത്തിലൊക്കെ പോകുമെങ്കിൽ ശിവക്ഷേത്രത്തിലൊന്ന് പോയി കൂളത്തിലെ മാലയെ അർച്ചനയും പിൻവിളക്കും ഒന്ന് നടത്തിക്കോണം. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അവനെ വഴക്ക് പറയരുത്, കൂടുതൽ ഉപദേശിക്കുകയും ചെയ്യരുത്. അത് രണ്ടും അവന് ഇഷ്ടമല്ല. എങ്ങനെങ്കിലും അവൻ 10ാം ക്ലാസ് അങ്ങ് എഴുതിയെടുക്കട്ടെ, അതാണ് കൂടുതൽ നല്ലത്. അത് പറയുമ്പോ ഒരുമാതിരി മുഖമൊക്കെ നമ്മളോട് വല്ലതൊക്കെ പറയാനൊക്കെ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞ, അവനെ ഉപദേശം വലിയ പാടാ. അതുകൊണ്ട് അധികം അങ്ങോട്ട് ഉപദേശത്തിന് പോയി നിൽക്കണ്ട. പക്ഷെ പഠിച്ചോളും, കുഴപ്പമൊന്നുമില്ല ചേച്ചി. സ്നേഹത്തോടു കൂടി പറ, നല്ല പയ്യനാണ്, ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഇച്ചിരി ദേഷ്യക്കാരനാന്നൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷയാണ് അവനിൽ. ആ പ്രതീക്ഷ അതുപോലെ നടക്കും. അതുകൊണ്ടാണ് ഞാൻ അവനോട് സ്നേഹത്തോടെ. അവനുണ്ടോ അടുത്ത്? വരുമ്പോ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറയണേ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾ സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.